നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇതാ ചരിത്രം പിറന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കൻ വനിതകൾ ICC വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അതും ഇംഗ്ലണ്ടിനെ തകർത്ത് തരിപ്പിടമാക്കിക്കൊണ്ട്. ഇംഗ്ലണ്ടിന് മേൽ 125 റൺസിൻ്റെ വിജയമാണ് സെമി ഫൈനൽ മത്സരത്തിൽ അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക വിമൻസ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 319 റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലീഷ് വനിതകൾ 42.3 ഓവറിൽ 194 റൺസിന് ഓൾ ഔട്ടായി. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കിടിലൻ ബാറ്റിംഗ് പ്രകടനമാണ് അവരുടെ ക്യാപ്റ്റൻ ലൗറ മൊൽവാർട്ട് പുറത്തെടുത്തത്. 143 പന്തുകളിൽ നിന്ന് 20 ഫോറുകളും 4 സിക്സറുകളും അടക്കം അവർ 169 റൺസാണ് അടിച്ചത്. കൂടാതെ ടാസ്മിൻ ബ്രിഡ്സ് 65 പന്തിൽ നിന്ന് 45 റൺസ് അടിച്ചു. അതുപോലെ തന്നെ മാരിസൈൻ കാപ്പ് 33 പന്തിൽ നിന്ന് 42 റൺസിൻ്റെ ഒരു ഇന്നിങ്സ് കളിച്ചു. കൂടാതെ ട്രയോൺ 26 പന്തിൽ നിന്ന് 33 റൺസ് അതിവേഗത്തിൽ അടിച്ചു കൂട്ടുകൂടി ചെയ്തപ്പോൾ 7 വിക്കറ്റിന് 319 എന്നുള്ള വമ്പൻ സ്കോറിലേക്കാണ് സൗത്ത് ആഫ്രിക്ക കടന്നുപോയത്. മറുപടി ബാറ്റിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ ആദ്യ 3 ബാറ്റർമാർ ഡെക്കായിരുന്നു. അമൈ ജോൺസും ടാമി ബിമൗണ്ടും ഹെദർ നൈറ്റും ഡെക്കായിട്ട് മടങ്ങിപ്പോയിടത്ത് ഇംഗ്ലണ്ടിൻ്റെ മറുപടി ബാറ്റിംഗ് ആകെ തകർന്നു പോയി. അതായത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ വിക്കറ്റുകൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒറ്റ റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ 3 വിക്കറ്റുകൾ പോയി കഴിഞ്ഞിരുന്നു. 0 റൺസിന് 2 വിക്കറ്റ്, ഒറ്റ റൺസിന് 3 വിക്കറ്റ് എന്ന രൂപത്തിൽ വീണ അവരെ പിന്നീട് രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ശ്രമങ്ങളാണ് നാറ്റ്സ് വെബ്രൻഡും അതുപോലെ അലീസ് കാപ്സിയും ചേർന്നുകൊണ്ട് നടത്തിയത്. അതിൽ സിവ ബ്രൻഡ് 76 പന്തുകളിൽ നിന്ന് 64 റൺസ് അടിച്ചപ്പോൾ കാപ്സി 71 പന്തുകളിൽ നിന്ന് 50 റൺസ് അടിച്ചു. പിന്നെ ഡാനി വാറ്റ് ഹോഡ്ജ് 31 പന്തുകളിൽ നിന്ന് 34 റൺസ് അടിച്ചു. ഒടുവിൽ ലിൻസി സ്മിത്ത് 36 പന്തിൽ നിന്ന് 27 റൺസ് അടിച്ചു. ഇതാണ് അവരുടെ ബാറ്റർമാരുടെ ഒരു കോൺട്രിബ്യൂഷൻ. പക്ഷേ 42.3 ഓവറുകളിൽ 194 റൺസിന് അവർ ഓൾ ഔട്ടായി. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി കിടിലൻ ബൗളിംഗ് പ്രകടനം കൂടി മൈസൈൻ കാപ്പ് നടത്തി. 7 ഓവറിൽ 20 റൺസിന് അവർ 5 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക ഇതാ വനിതാ വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഇനിയിപ്പോൾ നാളത്തെ 2ാം സെമി ഫൈനൽ മത്സരം നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. ഇന്ത്യൻ വനിതകൾ ഓസ്ട്രേലിയൻ വനിതകളുമായിട്ട് ഏറ്റുമുട്ടുന്നു. അതിനുശേഷം ഫൈനൽ മത്സരം ഉണ്ടാവുക നവംബർ 2-നാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.